ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ യു എയിൽ സർ ബനിയാസ് എന്ന് പറഞ്ഞ ഒരു ഫോറത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അബുദാബിയിൽ വെച്ച് പങ്കെടുത്തു. ഈ സർ ബനിയാസ് ഫോറം ഏതാണ്ട് 16ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ത്യ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോറം കൂടിയാണ്. ഇതിനകത്ത് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾ, അതേപോലെ അറബ് രാജ്യങ്ങൾ, അതിലുപരിയായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, അങ്ങനെ ഒരു കൂട്ടം രാജ്യങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ പോളണ്ട്, മോൾഡോവ, അതുപോലത്തെ കുറച്ച് നിർണായകമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഈ ഒരു അൺസർട്ടനിറ്റി, അതായത് ഗൾഫിൽ ഈ ഒരു ഇസ്രായേൽ ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു മീറ്റിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇത് ബിസിനസ് കോർപ്പറേഷൻ, എക്കണോമിക് താല്പര്യങ്ങൾ മുൻനിർത്തി നടത്തിയ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് വ്യാപാര താല്പര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ യു എയുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ച ഇന്ത്യ നടത്തിയിട്ട് ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ ഇന്ത്യ യു എ തമ്മിൽ ധാരണയായിരിക്കുന്നത്. കാരണം യു എക്ക് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ യു എ സൗദി അറേബ്യയുമായിട്ട് ബന്ധപ്പെട്ട് യമനിൽ ഒരു ലാൻഡ് തർക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൗണ്ട് ഫോഴ്സിന് അത്ര എഫക്റ്റീവ്നെസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഫോഴ്സ് യമനിൽ പ്രവർത്തിക്കുന്നത് യു എയുടെയാണ്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട തർക്കം. ഈ തർക്കം രൂപപ്പെടുന്ന സ്ഥലം ഇതാണ്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ഫോഴ്സിൽ ഇറങ്ങി കളിക്കുന്നത് യു എ ആണ്. യു എയുടെ ഗ്രൗണ്ട് ഫോഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് കൊടുക്കുന്നത് ഇന്ത്യയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ ഇന്ത്യക്ക് ഇടയ്ക്ക് വരാറുണ്ട്, ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്താറുണ്ട്. അങ്ങനെ ഈ മാതൃകയിൽ ഗ്രൗണ്ട് ഫോഴ്സിൽ എഫക്റ്റീവായിട്ട് യു എ ആണ് മുന്നോട്ട് നീങ്ങുന്നത്. സൗദി അറേബ്യ എയർ സ്ട്രൈക്ക് അമ്മാതിരിയുള്ള കാര്യങ്ങൾ അത് മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് നടത്തിയിരുന്നത്. ഇപ്പം ഈ നിലവിൽ സൗദി അറേബ്യയുടെ ആ ഒരു എഫക്റ്റീവ്നെസ്, ആ ഒരു സോൾജേഴ്സിൻ്റെ ആ ഒരു ഇടപെടൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു എ ചെങ്കടലിൻ്റെ ഭാഗത്ത് ഒരു ഡോമിനൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ സുഡാൻ കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ ഇവിടെ യമൻ മേഖല കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. യു എക്ക് ഇതിന്റെ പുറകിൽ യു എയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതേസമയം സൗദി അറേബ്യ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സോൾജേഴ്സിനെ വെച്ചിട്ട് യമന്റെ ഉള്ളിലേക്ക് വീണ്ടും ഇറങ്ങി വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതേ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാനുമായിട്ട് ഉള്ള ഒരു സഹകരണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇടയ്ക്ക് പാകിസ്ഥാനെ ഇതിൽ നിന്നും വിഡ്രോ ചെയ്തിരുന്നതാണ്. 2015-16 കാലഘട്ടങ്ങളിലൊക്കെ ഇവർ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പാകിസ്ഥാനെ അവിടെ നിന്ന് വിഡ്രോ ചെയ്യിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് യു എ സ്വമേധയാ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ മുന്നോട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിച്ചു. എന്നാൽ ഇവർ യമൻ്റെ ഒരു മേജർ പോർഷനിൽ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേസമയം ഹൂത്തികൾ അവരുടെ ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പം സൗദി വേണ്ട വിധത്തിൽ എഫക്റ്റീവായിട്ട് സോൾജേഴ്സിനെ കൊടുക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇതാണ് തികച്ചും അവിടെ പ്രശ്നമായിട്ട് മാറിയത്. അപ്പോൾ അതുകൊണ്ട് യു എ പറയുന്നത് ഞങ്ങൾ എവിടെയൊക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ അത് യു എയുടെ കൺട്രോളിലുള്ള സ്ഥലങ്ങളായിട്ട് തന്നെ തുടരട്ടെ എന്നാണ് യു എയുടെ നിലപാട്. കാരണം യു എയുടെ സോൾജേഴ്സ് അവിടെ അത്രമാത്രം എഫേർട്ട് ഇട്ട് ആ സ്ഥലത്ത് സെക്യൂരിറ്റി കൊടുക്കുന്നുവെങ്കിൽ പിന്നെ യു എ എന്തുകൊണ്ട് ആ സ്ഥലം സൗദി അറേബ്യയ്ക്ക് വിട്ടുകൊടുക്കണം? അവിടെയാണ് തർക്കം. അപ്പോൾ എനിവേ അതൊരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ ഒരു ന്യൂക്ലിയർ അംബർല എന്നുള്ള പേരിലൊക്കെ ചില ഗിമിക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് സൗദി അറേബ്യ അവരുടെ പക്കൽ വലിച്ചുകൊണ്ട് ശരിക്കും യു എക്ക് എതിർവശത്ത് നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് ഒത്തുപോയത് കൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ട് യു എക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വിസ നിരോധനമൊക്കെ ഇതിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പക്ഷേ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. കാരണം ഇതിനു മുമ്പും പാകിസ്ഥാനുമായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും പാകിസ്ഥാന്റെ എംപ്ലോയ്മെന്റ് വിസയൊന്നും യു എ റിജക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പം നിലവിൽ അവർ റിജക്ട് ചെയ്യുന്നുണ്ട്. അത് റിജക്ട് ചെയ്യുന്നത് പല അനോണിമസ് റീസൺസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ യു എ ഈ ഒരു കൂട്ടുകെട്ട് ഇപ്പം വളരെ ശക്തിപ്പെടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. തികച്ചും പാകിസ്ഥാനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ യു എക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ്, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിൽ. കാരണം ഇപ്പം നിലവിൽ I2U2 എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയെ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ, ഇസ്രായേൽ, യു എ, അമേരിക്ക, ഇതാണ് ഇപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ടാണ് I2U2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കും യു എക്ക് തമ്മിൽ സെപ്പ എന്ന് പറഞ്ഞ CEP എന്ന് പറഞ്ഞൊരു കരാർ, സെപ്പ കരാർ നിലവിൽ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി തന്നെ ഉള്ള കരാറാണ്. അത് പുതുക്കി നമ്മൾ വീണ്ടും സൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെ ഇസ്രായേൽ ഗാസ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും യു എ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇസ്രായേൽ, ഇന്ത്യ, അമേരിക്ക ആ സഖ്യമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷനാണ് നടന്നിരിക്കുന്നത്. കാരണം യു എ പറയുന്നത് യുദ്ധങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കും, എങ്കിലും നമുക്ക് വ്യാപാരം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ എല്ലാ കാലത്തും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് യുദ്ധങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കച്ചവടം നടത്താമെന്നുള്ള നിലയിലുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ, ഇന്ത്യ വ്യാപാര ബന്ധം ഇത് കഴിഞ്ഞിട്ട് നേരെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ നേരെ പോകുന്നത് ഇസ്രായേലിലേക്കാണ്. അതേസമയം പ്രൈം മിനിസ്റ്റർ മോദി ജോർദാനിൽ നല്ല രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ജോർദാനിലേക്കുള്ള വിസിറ്റ് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തതല്ല. ഇത് പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ഈ മേഖലകളിലൊക്കെ കയറി കളിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഈ ജോർദാനിലേക്കുള്ള വിസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ജോർദാന്റെ രാജാവിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓണർ ഓഫ് സിവിലിയൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ അവാർഡൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ഏറ്റവും മുന്തിയ അവാർഡുകളൊക്കെ കൊടുത്തുകൊണ്ട് അവർ ഇങ്ങനെ ചമച്ചാടിച്ച് നിന്നിരുന്ന ഒരു സാഹചര്യമാണ്. ഈ പാകിസ്ഥാനിൽ നിന്നും മതപരമായ ആശയങ്ങൾക്കപ്പുറം അല്ലാത്ത പക്ഷം ഒരു രീതിയിലുള്ള ഉപകാരങ്ങളും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ്. അതേപോലെ ജോർദാൻ രാജാവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയെ വിളിച്ച് ഒരു അവാർഡൊക്കെ കൊടുത്ത് മടക്കി അയച്ചിട്ടുണ്ട്. അതിനപ്പുറം വലിയ രീതിയിൽ ജോർദാനുമായിട്ട് ഒരു ബന്ധം പാകിസ്ഥാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനില്ല. പക്ഷെ അതേസമയം ജോർദാൻ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഈ ഒരു വിസിറ്റ് വളരെയധികം പ്രാധാന്യം നേടുന്ന ഒന്നാണ്. പാകിസ്ഥാൻ എവിടെയൊക്കെ പോയിട്ട് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പണിയാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇന്ത്യ കയറി കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററിന്റെയും പാകിസ്ഥാൻ പ്രസിഡന്റിന്റെയും വിസിറ്റിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഈ ജോർദാൻ സന്ദർശനം ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്കലി വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിസിറ്റാണ് ജോർദാൻ വിസിറ്റ്. അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ നടക്കുന്നത്. കാരണം ജോർദാൻ ഇസ്രായേലിന്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇസ്രായേലുമായിട്ട് വളരെയധികം എപ്പോഴും പ്രശ്നങ്ങളുള്ളതും അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ഒരുപാട് വ്യാപാര ബന്ധങ്ങളുള്ള രാജ്യം കൂടിയാണ് ജോർദാൻ. അതുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലുമായിട്ട് നടക്കുന്ന ചർച്ചയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മിസൈൽ സിസ്റ്റം, അതേപോലെ ഇസ്രായേലിന്റെ ഒരുപാട് ടെക്നോളജി, ഇതൊക്കെ തന്നെ നമ്മൾ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ നമ്മൾ ഇൻഡാക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ബന്ധം. അത് കഴിഞ്ഞാൽ തന്നെയും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇപ്പം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇന്ത്യൻസിന് കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അപ്പം തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇസ്രായേലിന്റെ ഡോമിനൻസ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ രീതിയിലുള്ളൊരു കൂട്ടുകെട്ട് ഇപ്പം ശക്തിപ്പെടുന്നുണ്ട്. അതിന് ഒരു അച്ചുതണ്ടായിട്ട് ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇപ്പം നിലവിൽ സൗദിയുമായിട്ടുള്ള പ്രശ്നത്തിൽ UAEക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട് നിലനിൽക്കുന്നത് ഇന്ത്യയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഡിഫൻസ് കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാജ്യം തമ്മിൽ പൊതുവിൽ വെക്കുന്ന ഒരു ഡിഫൻസ് കരാറല്ല വെച്ചിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജാണ്. അത് ശരിക്കും പറഞ്ഞാൽ UAE ഇന്ത്യ ഒരു രാജ്യം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് എഗ്രിമെന്റ് വന്നിരിക്കുന്നത്. എനിവേ അതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുമ്പോഴത്തേക്കും ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം. കാരണം ഒരുപാട് പുതിയ നിബന്ധനകൾ അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജോർദാൻ വിസിറ്റിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം ഏതൊക്കെ തരത്തിലുള്ള എഗ്രിമെന്റുകൾ, എന്തൊക്കെ പ്രപ്പോസലുകൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ഇനി ഇന്നത്തെ ഫുൾ ഡേ പ്രൈം മിനിസ്റ്റർ മോദിയുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓസ്ട്രേലിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം ഓസ്ട്രേലിയയിൽ നടന്ന ആ ഒരു വെടിവെപ്പ് പഹൽഗാം ആക്രമണവുമായിട്ട് വളരെയധികം സാമ്യമുള്ളത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഇന്ത്യയുമായിട്ട് സംസാരിച്ചിട്ട് ഈ പാകിസ്ഥാനി തീവ്രവാദികളെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂർണ്ണ രൂപം ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണം, ഓസ്ട്രേലിയക്ക് ഇന്ത്യയുടെ സഹായം വേണം എന്നുള്ളത് തുറന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിൻ്റെ അടുത്താണ് ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ ചേരിയിൽ നിൽക്കേണ്ട ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അതേ ഓസ്ട്രേലിയ ഇന്ന് അവർക്ക് 5 ഐസും ഇല്ല, അവർക്ക് G7 ഇല്ല, അവർക്ക് G20 ഇല്ല, ഒന്നുമില്ല. അവർക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഹെൽപ്പ് വേണ്ടത് ഈ തീവ്രവാദികളെ ചെറുത്ത് തോൽപ്പിക്കാനും ഇവരുടെ ഐഡിയ എന്താണ്, ഇവരുടെ നെറ്റ്വർക്ക് എന്താണ്, ഇവരുടെ അറ്റാക്കിംഗ് പ്ലാൻ എന്താണ്, ഇതൊക്കെ നോക്കി പഠിക്കാനും മനസ്സിലാക്കാനും ഇത് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യാൻ ഇന്ത്യയുടെ സഹായം വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ തീർച്ചയായിട്ടും അതിൽ ഹെൽപ്പ് ചെയ്യും. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഹെൽപ്പ് ചെയ്യും. തികച്ചും ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക ഈ 4 രാജ്യങ്ങളും ക്വാഡ് എന്ന് പറഞ്ഞൊരു സബ്മിറ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയെ സഹായിക്കും ഇന്ത്യ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ഒമാൻ സന്ദർശിക്കുന്നുണ്ട്. അത് 3 രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. അതിൽ 1 ജോർദാൻ, 2 എത്യോപ്യ, 3 ഒമാൻ. ഈ 3 രാജ്യങ്ങളുടെയും വിസിറ്റ് പൂർത്തിയാകുന്നതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.